ഈ വീഡിയോ സെഷനിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഒരു .NET ഒബ്ജക്റ്റിന്റെ ലേഔട്ട് മെമ്മറിയിൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പോകാം. എന്താണ് ഒരു .NET ഒബ്ജക്റ്റിന്റെ മിനിമം സൈസ് മെമ്മറിയിൽ എന്ന്? അതായത് ഒരു .NET ക്ലാസ് ഡിക്ലെയർ ചെയ്തു എന്ന് കരുതുക, ഒരു ഡാറ്റ മെമ്പർ പോലും ഇല്ലാത്ത ക്ലാസ്. അങ്ങനെയെങ്കിൽ ആ .NET ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് മെമ്മറിയിൽ എടുക്കുന്ന സൈസ് എന്തായിരിക്കും എന്നാണ് നമ്മളുടെ ചോദ്യം. നമുക്കറിയാം C++ൽ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ സം ഓഫ് ദ സൈസ് ഓഫ് ഇറ്റ്സ് നോൺ സ്റ്റാറ്റിക് ഡാറ്റ മെമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് C++ൽ. എന്നാൽ .NET എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങാം. 32 ബിറ്റ് പ്ലാറ്റ്ഫോമിൽ അത്തരം ഒരു .NET ഒബ്ജക്റ്റിന്റെ സൈസ് 12 ബൈറ്റ് ആയിരിക്കും. 64 ബിറ്റിലെ പ്ലാറ്റ്ഫോമിൽ 24 ബൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പറയുക മാത്രമല്ല, അടുത്ത് തന്നെ നമ്മളൊരു വീഡിയോ, അതായത് WinDBGയിലൂടെ ഒരു .NET മെമ്മറിയുടെ പ്രിന്റ് ചെയ്ത്, ഒരു അനിമൽ ഒബ്ജക്റ്റ് മെമ്മറിയിൽ പ്രിന്റ് ചെയ്ത് എന്താണ് അതിൻ്റെ സൈസ് എന്ന് നമ്മൾ അടുത്ത് തന്നെ കാണിക്കും. പക്ഷെ ആദ്യം തിയറിറ്റിക്കലി പറയുകയാണ്, ഒരു ഡാറ്റ മെമ്പർ പോലും ഇല്ലാത്ത ഒരു .NET ഒബ്ജക്റ്റിന്റെ മെമ്മറിയിലത്തെ സൈസ് 12 ബൈറ്റ് ആണ് 32 ബിറ്റ് പ്ലാറ്റ്ഫോമിൽ. അപ്പം തന്നെ അടുത്ത ചോദ്യം എന്താന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത്രയും ബൈറ്റ് എന്നുള്ളതാണ്. കാരണം ഒരു മെമ്പർ പോലും ഇല്ലല്ലോ. 1 ബൈറ്റോ 2 ബൈറ്റോ ഒക്കെ പോരെ, എന്തിനാണ് 12 ബൈറ്റ് മെമ്മറി വേസ്റ്റ് ആക്കുന്നത്? അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ അധികമായിട്ട് ഉണ്ട് ഒരു .NET ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ, ഒരു വളരെ എംപ്റ്റി ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ പോലും. അപ്പോൾ എന്താണ് ഒരു .NET ഒബ്ജക്റ്റ് അഡീഷണലി കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന് നമുക്കിതിൻ്റെ ഒരു .NET ഒബ്ജക്റ്റിൻ്റെ ലേഔട്ടിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമ്മൾ .NET ഒബ്ജക്റ്റ് ലേഔട്ട് പറയും, പിന്നെ അതിൻ്റെ സെക്ഷൻസ്, പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ CLRൻ്റെ ഇൻറ്റേർണൽസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇത് തിയറി മാത്രമല്ല, നമ്മൾ പ്രാക്ടിക്കലി വിശദീകരിക്കുകയും ചെയ്യും. പക്ഷെ ആദ്യം ഇതിൻ്റെ .NET ഒബ്ജക്റ്റ് ലേഔട്ടിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഒരു .NET ഒബ്ജക്റ്റിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. ഇതിന് 3 സെക്ഷൻസ് ഉണ്ട്, 4 ബൈറ്റ് വീതം. 32 ബിറ്റാണ് പറയുന്നത് കേട്ടോ, ഞാനിപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ 3 സെക്ഷൻസ് 4 ബൈറ്റ് വീതം എന്ന് പറയുമ്പോൾ 12 ബൈറ്റായി. ഇത് ഈ 3 സെക്ഷനും ബൈ ഡിഫോൾട്ട് ഉള്ളതിനാണ്. ഓക്കെ, പിന്നെ അഡീഷണൽ സെക്ഷൻ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം എന്താന്ന്. ഇപ്പോൾ ഇതിൽ നോക്കൂ, 3ാമത്തെ സെക്ഷനാണ് ഡാറ്റ സെക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ .NET ഒബ്ജക്റ്റിൽ ഒരു ഡാറ്റ മെമ്പർ പോലും ഇല്ല എന്ന് പറഞ്ഞല്ലോ. എന്നാൽ പോലും ഈ 3ാമത്തെ സെക്ഷൻ ഉണ്ട്, അത് ഫ്രീ ആയിട്ട് കിടക്കും. ദർ ഈസ് നോ ഡാറ്റ ഇൻസൈഡ്. അപ്പം നമുക്ക് ചോദ്യം ചോദിക്കാം, അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ഇതിൽ ഒരു ലെഗ് എന്ന് പറഞ്ഞ ഡാറ്റ മെമ്പർ ഉണ്ടെങ്കിലോ, അപ്പോൾ ഒരു ഡാറ്റ മെമ്പറല്ലേ ഉള്ളൂ, അപ്പോൾ അത് ഇവിടെ തന്നെ വന്ന് കിടക്കും, ആ ലെഗിൻ്റെ ഡാറ്റ. ഓക്കെ, 2 ഡാറ്റ മെമ്പർ ഉണ്ടെങ്കിലോ, അതായത് ലെഗും ഉണ്ട് ടെയിലും ഉണ്ട് ഇതിൻ്റെ ഡിക്ലറേഷന്, എങ്കിൽ ഇതിൻ്റെ ലേഔട്ട് എന്തായിരിക്കും? ലെഗ് ഇത് അവിടെ വരും, ഒരു അഡീഷണൽ ടെയിലിന് വേണ്ട സ്പേസ് കൂടി, ഒരു അഡീഷണൽ ഫീൽഡ് കൂടി ഇവിടെ വരും. അപ്പോൾ ടോട്ടൽ സൈസ് ഓഫ് ദ .NET ഒബ്ജക്റ്റ് എന്താവും? 12 + 4 = 16. അപ്പോൾ ഇങ്ങനെയാണ് ഒരു .NET ഒബ്ജക്റ്റിൻ്റെ സൈസ് വളരുന്നത്, .NET ഒബ്ജക്റ്റിൻ്റെ ലേഔട്ട് വരുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ 3ാമത്തെ സെക്ഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി 2 സെക്ഷൻ, അതായത് ടോപ്പ് സെക്ഷനും മിഡിൽ സെക്ഷനും നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഹെഡർ സെക്ഷൻ എന്ന് വിളിക്കാം, അതിൽ ടോപ്പ് സെക്ഷൻ. 2ാമത്തെ മിഡിൽ സെക്ഷൻ എന്ന് വിളിക്കാം. 3ാമത്തെ ഡാറ്റ സെക്ഷൻ നമ്മൾ പറഞ്ഞു. ഈ ഡാറ്റ സെക്ഷനിലാണ് ഡാറ്റ മെമ്പേഴ്സൊക്കെ വന്ന് ഫില്ലാവുക, അല്ലെങ്കിൽ അതിൻ്റെ പോയിൻ്ററൊക്കെ വന്ന് കിടക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടോപ്പ് സെക്ഷനിലേക്ക് പോകാം. വേറൊരു സ്ലൈഡ് എടുക്കാം, അതിൽ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹെഡർ സെക്ഷൻ എന്ന് പറയുന്നത് അതിൽ എന്താണ്? അതിൽ എപ്പോഴും സിങ്ക് ബ്ലോക്ക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞതാണ് കിടക്കുക. ഇപ്പോൾ ബേജാറാവേണ്ട എന്താണിതെന്ന്. നമ്മൾ ത്രെഡിങ് ടോപ്പിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സിങ്ക് ബ്ലോക്കിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് റീവിസിറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് വിചാരിക്കുക, ഒരു .NET ഒബ്ജക്റ്റിൻ്റെ ലേഔട്ടിലെ
ടോപ്പ് സെക്ഷനിൽ വന്ന് കിടക്കുന്നത് അതിൻ്റെ ഹെഡർ ഇൻഫർമേഷൻ ആണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പം ഒന്നാമത്തെ സെക്ഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, മൂന്നാമത്തെ സെക്ഷനും എക്സ്പ്ലെയിൻ ചെയ്തു, ബോട്ടം സെക്ഷനും എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഡാറ്റയ്ക്കാണ്. അഡീഷണൽ ഡാറ്റ മെമ്പർ വരുമ്പോൾ അത് വലുതാകും. ഇനി മിഡിൽ ലെവൽ സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ലെവൽ സെക്ഷനിൽ എന്താ കിടക്കുന്നത് വെച്ചാൽ ഈ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ് ടേബിൾ അഡ്രസ് എംബഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ മെത്തേഡ് ടേബിൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ, മെത്തേഡ് ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ക്ലൂ കിട്ടുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ മെത്തേഡ്സിൻ്റെയും ഇൻഫർമേഷൻ അടങ്ങിയ ടേബിളിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വരുന്നത്. ഈ പർട്ടിക്കുലർ ഈ ഒബ്ജക്റ്റിൻ്റെ ഓപ്പറേഷൻ മെറ്റാഡാറ്റ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലാസ്സിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ അതിൻ്റെ മെത്തേഡ്സ് ആണല്ലോ. ആ മെത്തേഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഓപ്പറേഷൻ മെറ്റാഡാറ്റ. ഓപ്പറേഷൻ മെറ്റാഡാറ്റ പോലെ തന്നെ ഡാറ്റ മെമ്പേഴ്സിനെ കുറിച്ചുള്ള മെറ്റാഡാറ്റയെ ഡിസൈൻ ടൈം മെറ്റാഡാറ്റ എന്ന് പറയും. നമ്മൾ മെറ്റാഡാറ്റയെ കുറിച്ചിട്ട് ഒരു വലിയൊരു നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ അതാണ്. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി. ഒരു .NET ക്ലാസ്സിൻ്റെ ടോട്ടൽ മെറ്റാഡാറ്റ ഈക്വൽ ടു ഇൻഫർമേഷൻ എബൌട്ട് ഇറ്റ് ഡാറ്റ മെമ്പേഴ്സ് പ്ലസ് ഇൻഫർമേഷൻ എബൌട്ട് ഇറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ് ആണ്. ഈ ഓപ്പറേഷൻ എബൌട്ട് ഇറ്റ് മെത്തേഡ്സ് എംപ്റ്റി സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിലാണ് ഫീഡ് ചെയ്തിരിക്കുന്നത്. ആ എംപ്റ്റി സ്ട്രക്ചറിനെ ഒരു ഒബ്ജക്റ്റിൻ്റെ മിഡിൽ സെക്ഷനിലേക്ക് അതിൻ്റെ അഡ്രസ്സിനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിഡിൽ സെക്ഷനിൽ കിടക്കുന്ന അതാണ്. എന്തിനാണ് അത് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയണം. കാരണം എന്തുകൊണ്ടാണ് വെറുതെ ഒരാൾ ചെയ്യില്ലല്ലോ. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നോക്കൂ, ആ പർട്ടിക്കുലർ .NET ഒബ്ജക്റ്റിൻ്റെ അഡ്രസ്സ് പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ മിഡിൽ സെക്ഷൻ ഓപ്പറേഷൻ മെറ്റാഡാറ്റയാണ്. അല്ലാതെ ഹെഡറിനെ അല്ല പോയിന്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓപ്പറേഷൻ മെറ്റാഡാറ്റ. അതായത് ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് ഇത് എന്തിനാന്ന് പറയാം. ഒരു റിയലിസ്റ്റിക് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു മാഗി പാക്കറ്റ് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈ സ്പർശിക്കുന്നത് ആ 2 minutes എന്ന ഓപ്പറേഷൻ ഇൻഫർമേഷനെ കുറിച്ചിട്ടാണ് അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മാഗി പാക്കറ്റ് ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് ആ ഓപ്പറേഷൻ സംഭവത്തിൽ തന്നെ നമുക്ക് കിട്ടുകയാണ്. പിന്നെ വളരെ ഈസിയാണ് മാഗി യൂസ് ചെയ്യാൻ. ഇനി വേറൊരു സിനാരിയോ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സാധനം വാങ്ങുകയാണ് പുറത്തുനിന്ന്. കടക്കാരൻ പറയുന്നു ഇതിൻ്റെ ഓപ്പറേഷൻ യൂട്യൂബിലുണ്ട്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഓപ്പറേഷൻ ഇൻഫർമേഷൻ പുറത്താണ്. അപ്പം നമുക്ക് കുറച്ച് മാഗി യൂസ് ചെയ്യുന്ന പോലെ ആവില്ല ആ പർട്ടിക്കുലർ സാധനം ചെയ്യാൻ. അങ്ങനെ ഒരു സിനാരിയോ ഉള്ളത് കൊണ്ട് ആണ് ഈ .NET ഡിസൈനേഴ്സ് എന്ത് വിചാരിച്ചു, ഒരു ഒബ്ജക്റ്റിനെ തൊടുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഫിംഗർ ടിപ്സ് തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന രീതി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും റൺ ടൈമിൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ലേഔട്ടിൽ തന്നെ ആ ഒബ്ജക്റ്റ് അഡ്രസ്സ് പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആ മെത്തേഡ് ടേബിൾ അഡ്രസ്സിനെ കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് അഡ്രസ്സ് പോയിന്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ എല്ലാ ഓപ്പറേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും നമ്മൾക്കിതിലേക്ക് തിരിച്ചു വരാം പിന്നീട്. ഇപ്പം തൽക്കാലം അടുത്തത് നമ്മൾ ഇപ്പം എന്താണോ നമ്മൾ പറഞ്ഞത് അത് നമ്മൾ ഒരു WinDBG സെഷനിലൂടെ വീണ്ടും കാണാൻ പോവുകയാണ്. എങ്കിൽ മാത്രമേ ഇത് ക്ലിയർ കട്ടായിട്ട് പറയുള്ളൂ. അതായത് ഈ പർട്ടിക്കുലർ അനിമൽ ഒബ്ജക്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട്, അനിമൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മളത് മെമ്മറി പ്രിൻ്റ് ചെയ്യും, മെമ്മറി ലേഔട്ട് കാണിക്കും, ഓരോ സെക്ഷനും കാണിക്കും, അതിലത്തെ ഡാറ്റ എവിടെയെന്ന് കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ് ഒബ്ജക്റ്റ് അഡ്രസ്സ് ഇവിടെയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്, മിഡിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ അഡ്രസ്സ് എങ്ങനെ എടുക്കും? ഹെഡർ ഇൻഫർമേഷൻ ഇസിക്കൽ ടു ഒബ്ജക്റ്റ് അഡ്രസ് -4 ആയിരിക്കും അല്ലേ? ഡാറ്റ സെക്ഷനോ ഒബ്ജക്റ്റ് അഡ്രസ് +4 ആയിരിക്കും. ഇത് ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇപ്പം അടുത്ത് തന്നെ WinDBG സെഷൻ നമ്മൾ കാണിക്കുമ്പോൾ ഓരോന്നും മെമ്മറി പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, പ്ലീസ് വാച്ച് അവർ നെക്സ്റ്റ് സെഷൻ പ്രിൻറ്റിംഗ് ഒബ്ജക്റ്റ് ലേഔട്ട് യൂസിങ് WinDBG. അപ്പോൾ നമ്മൾ തിയറിറ്റിക്കലായിട്ടും പഠിച്ചു, പ്രാക്ടിക്കലായിട്ടും പഠിച്ചു. എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം, മെറ്റാഡാറ്റ. അവിടെ നമ്മൾ കൂടുതലായിട്ട് റൺ ടൈം മെറ്റാഡാറ്റയെ കുറിച്ചും ഡിസൈൻ ടൈം മെറ്റാഡാറ്റയെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒബ്ജക്റ്റ് ലേഔട്ട് WinDBGയിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു.